ആന്റണി സാർ, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കേസിൻ്റെ കാര്യം കൂടി ഞാനൊന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതായത് ഈ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 2024 ജൂലൈ 13 രജിസ്റ്റർ ചെയ്ത ഒരു കേസ്, അതിൽ IPC 1860 പ്രകാരം 342, 354, 354A, 506 വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ചാർത്തപ്പെട്ട ഒരു കേസാണ്. ആ കേസിൽ പ്രതി സ്ഥാനത്ത് നിൽക്കുന്നത് കുവൈറ്റിലെ മെട്രോ ഹോസ്പിറ്റലിൻ്റെ ഉടമയായിട്ടുള്ളൊരു മുസ്തഫ ഹംസയാണ്. അയാളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി. അങ്ങനെയാണ് അവരിവിടെ അവിടെയും കേസ് കൊടുത്തു, ഇവിടെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അതിനുശേഷം അവരുടെ രഹസ്യമൊഴി തിരുവല്ല കോടതിയിൽ രേഖപ്പെടുത്തി. നോക്കൂ, 2 വർഷം ആകാൻ പോകുന്നു, ഒരു നടപടി പോലും എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ കേസ് റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്നറിയോ? ഈ മുസ്തഫ ഹംസ അയാൾ ലോക കേരള സഭ പ്രതിനിധിയായിട്ട് ഇവിടെ നിയമസഭയിൽ വന്ന് ഇരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, പത്തനംതിട്ട പോലീസിനോട് പറഞ്ഞു, ഇതേ ആനന്ദ്, ഇന്ന് ആ മീശ വെച്ച SP ഉണ്ടല്ലോ, അയാളെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു, അവിടെ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിത നിയമസഭാ മന്ദിരത്തിൽ ഇരിക്കുകയാണ്, ലോക കേരള സഭയിൽ പങ്കെടുക്കുകയാണെന്നുള്ളത്. ഇപ്പം നോക്കൂ, ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ, പിന്തുണയുണ്ടെങ്കിൽ കൊലക്കേസിലെ പ്രതിയും ഇങ്ങനെ ഇറങ്ങി നടക്കും. അതാണ്. അപ്പം അവിടെ പോലീസിന് എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ നട്ടെല്ല് നിവർത്തി പിണറായി പറഞ്ഞാലും പൊടാ പുള്ളി എന്നുള്ള രീതിയിൽ നിൽക്കണം. അതിനുള്ള ആർജവം പോലീസുകാർക്ക് ഉണ്ടാവണം. അതുണ്ടാവുന്നുണ്ടോ? ആ ആർജവം ഉണ്ടെങ്കിൽ ഗുണ്ടകളും നിങ്ങളുടെ കീഴിൽ തന്നെ നിൽക്കും. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ഗുണ്ടകൾ തലപൊക്കില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് നടക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ സാധിക്കും? എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിലെ സ്ത്രീകൾ ഇനി പുറത്തിറങ്ങി നടക്കേണ്ടതാണോ? അല്ല, ഞാൻ ആദ്യം ശ്രീ MK ഹരിദാസ് അദ്ദേഹം പറഞ്ഞതിന് ആദ്യം ഒരു മറുപടി പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരാം. പത്തനംതിട്ടയിലുണ്ടായ സംഭവം ഇപ്പോൾ പറഞ്ഞത് അതൊരു പ്രത്യേക കേസ് അന്വേഷണത്തിലിരിക്കുന്നതോ അല്ലെങ്കിൽ കോടതിയിലിരിക്കുന്നതോ ആയിരിക്കാം. പക്ഷെ അതിലൊരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല. ഇപ്പം ലോക കേരള സഭയിൽ അംഗമായതുകൊണ്ട് അയാൾ എന്താണ് ആ കേസിലെ കാര്യങ്ങൾ എന്നുള്ളത്, അതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റ് കാര്യങ്ങൾ ഇപ്പം ഒരു പ്രതി ഇപ്പം അല്ല, FIR ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ വെച്ചാണ് സംഭവം ഉണ്ടായതെന്നുള്ളത് ഒന്നുകൂടെ പറയണം. കാരണം അത് കുവൈറ്റിൽ വെച്ചാണോ അതോ കേരളത്തിൽ വെച്ചാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം ഈ യുവതിയെ നാട്ടിലും ജീവിക്കാൻ സമ്മതിക്കില്ല, നിരന്തര ഭീഷണി, കൊന്നുകളയെന്നുള്ള ഭീഷണി. കുവൈറ്റ് നടന്നാൽ എന്താ സാർ, നാട്ടിൽ പരാതി കൊടുത്തൂടെ? അങ്ങനെയുണ്ടോ? അല്ല, നാട്ടിൽ പരാതി കൊടുക്കാം. സംഭവം നടന്നിരിക്കുന്ന കുവൈറ്റിലാണ് അതിന് പരാതി ശരിക്കും കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ടുണ്ട്. നിലനിൽക്കില്ലെങ്കിൽ പത്തനംതിട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പിന്നെ ഇയാൾക്കെതിരെ FIR ഇടുമോ? മാത്രമല്ല, എന്തിനാണ് ഈ യുവതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയത്? രഹസ്യമൊഴി എന്തിനാ തിരുവല്ല കോടതി രേഖപ്പെടുത്തിയത്? അപ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പിണറായി വിജയന്റെ സ്വന്തമാണ് സാർ, പിണറായിയുടെ സ്വന്തം ആളാണ് ഈ മുസ്തഫ ഹംസ. അതുകൊണ്ടാണ് ഈ സംരക്ഷണം കൊടുക്കുന്നത്. ന്യായീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിനെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്നും തൻ്റെ ഇടമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നും കേരള പോലീസിൽ ഉള്ളത് കൊണ്ടാണ് ഈ പോലീസ് ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ജനാധിപത്യ സംവിധാനത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഭരിക്കുന്ന മന്ത്രിക്കോ ഒക്കെ പോലീസിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഒരു പ്രത്യേക കേസിൽ എന്താ സംഭവിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ പുറത്തേക്ക് വരണം. അതിപ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ. കേസിൽ പ്രതി അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് നടപടിയുമായി മുന്നോട്ട് പോകാൻ പല വേദികളുമുണ്ട്. പോലീസ് ഒരാൾ മാത്രമല്ല, അല്ലെ അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ മാത്രമല്ലല്ലോ, അയാൾക്ക് മുകളിലും നടപടി സ്വീകരിക്കാനായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, മേലുദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ പോകേണ്ടിയിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ കാപ്പ ആക്ട് പ്രകാരം ഒരു ജില്ലയിൽ പ്രവേശിക്കരുത് എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ആ നിയമത്തിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മളത് കൊടുത്താൽ ഫലത്തിലൊന്നുമില്ല. ഇന്നിപ്പോൾ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും ഉള്ളപ്പം ഒരു ഗുണ്ടയ്ക്ക് ഒരു ജില്ല കയറിയില്ലെങ്കിലും ആ ജില്ലയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് പിടിക്കേണ്ടത് പോലീസിൻ്റെ, നിയന്ത്രിക്കേണ്ടത് പോലീസിൻ്റെ കടമ തന്നെയാണ്. അതിൽ നിന്നൊന്നും ഞാൻ വിട്ടുമാറുന്നില്ല. ഇപ്പം നമ്മുടെ ശ്യാംരാജ് പറഞ്ഞതിനോടുള്ള മറുപടിയാണ്. എനിക്ക് പോലീസിൻ്റെ വക്കാലത്തെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.
പക്ഷെ പോലീസിനെ മൊത്തത്തിലായിട്ട് നമ്മളത് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം രാഷ്ട്രീയമായ കാരണങ്ങൾ പലതും കാണും. പക്ഷേ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല പോലീസ് ആക്ട് ചെയ്യുന്നത്, അല്ലാത്ത രീതിയിലും അല്ലെങ്കിൽ പോലീസിൻ്റെ പണി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാടുണ്ട്. അവരെ മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഗുണ്ടകളോടൊപ്പം നിൽക്കുകയോ ഗുണ്ടകൾക്ക് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കതിനെ അനുകൂലിക്കാനോ പറയാനോ പറ്റില്ല. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതെല്ലാം. നിയമത്തിനെ മാനിച്ചുകൊണ്ടും നിയമപ്രകാരമുള്ള കാര്യങ്ങളുമാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല. ഇപ്പം ഇതിനകത്ത് ഈ തിരുവല്ല സംഭവത്തിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് അനാസ്ഥയുണ്ട്. അതിനവിടെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ, ആരെങ്കിലുമായിട്ട് അവർ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള ഗുണ്ടകളുമായിട്ട് കണൈവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുമായിട്ട് യോജിപ്പിലോ അല്ലെങ്കിൽ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ വരട്ടെ. പോലീസ് ഒരു സംഭവം ഉണ്ടായതിന് ശേഷം പോലീസിൻ്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലാണ് നടപടി സ്വീകരിക്കേണ്ടത്. അത് ആ നല്ല രീതിയിൽ അന്വേഷണം നടത്തുമെന്നും അതിൽ സത്യാവസ്ഥ കണ്ടെത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമുക്ക് മൊത്തമായിട്ട് ഈ സംവിധാനത്തിനെ മൊത്തം പഴിച്ചുകൊണ്ടോ അതിനെ മാറ്റി നിർത്തിക്കൊണ്ടോ ഒരു കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നതിൽ ഉചിതമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല സാറേ, ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കളങ്കം വരാതിരിക്കാനുള്ള ഇടപെടലുകൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവില്ലേ? അതായത് പോലീസിന് കൃത്യമായിട്ട് അറിയാം, ഇപ്പോൾ പത്തനംതിട്ട എസ് പിക്കും അറിയാം ഇത്തരം സ്പാകളിൽ നിത്യസന്ദർശകരായി എത്തുന്ന പോലീസുകാരുണ്ട്, അല്ലെങ്കിൽ ഈ നടത്തിപ്പിൽ പങ്കാളിത്തമുള്ള പോലീസുകാരുണ്ട്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് നാണക്കേടാണ്, ആഭ്യന്തര വകുപ്പിന് നാണക്കേടാണ്. അതുകൊണ്ട് ഇതെല്ലാം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അവസാനിപ്പിക്കുകയില്ലേ പതിവ്? പല കേസുകളും നമ്മൾ ഇതുപോലെ ചർച്ച നടത്തിയിട്ടുണ്ട്, പല കേസുകളെക്കുറിച്ചും ചർച്ച നടത്തിയിട്ടുണ്ട് അല്ലേ? എന്നിട്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇതിങ്ങനെയൊക്കെ പോവും എന്ന് കരുതിയാൽ മതി അല്ലേ? ഇതിലൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നാളെ മരണസുബിന് പകരം വേറെ ഏതെങ്കിലും ഒരു സുബിനായിരിക്കും കാപ്പ കേസിലെ പ്രതിയായിട്ട് ഇങ്ങനെ നമ്മുടെ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നത് മറ്റൊരു വ്യക്തിയായിരിക്കാം. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് ഗുണ്ട നെക്സസ് അതിനൊരു അവസാനം വരണം. മാത്രമല്ല ഇത്തരം ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുന്ന രാഷ്ട്രീയ നേതൃത്വം അവരെങ്കിലും മനസ്സിലാക്കണം. കാരണം പറഞ്ഞാൽ പോരാ, സ്ത്രീ സൗഹൃദം അതുപോലെ സ്ത്രീ സുരക്ഷ എന്ന നാഴികക്ക് 40 വട്ടം ഇങ്ങനെ ഗർജിച്ചാൽ പോരാ. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച പോലെയല്ലേ ആവുന്നത്? ആന്റണി സാർ, ഒരു നിമിഷം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമുക്ക് ഈ ചർച്ച. അല്ല, തീർച്ചയായിട്ടും ഈ നമ്മുടെ തിരുവല്ല സംഭവം എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. അതിനെ എന്ത് തന്നെ പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അതിൻ്റെ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഉചിതമായ നടപടികൾ തന്നെ സ്വീകരിക്കണം. സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷ ഇല്ല എന്ന് നമ്മൾ പൊതുവിൽ പറയുന്നു എങ്കിലും പോലീസ് സംവിധാനത്തിൻ്റെ വിശ്വാസം ഇന്നും പോലീസിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ട്. അത് മുൻനിർത്തി തന്നെ പോവുകയും തന്നെ വേണമെന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകൾ അതൊന്നുകൂടി പറയുകയാണ്, ആവർത്തിക്കുകയാണ്. 10,716 സ്ത്രീകളാണ് സംസ്ഥാനത്ത് ബലാത്സംഗത്തിന് ഇരയായത്. 2022 2,518 കേസുകൾ, 2023 2,562 കേസുകൾ, 2024 2,901 കേസുകൾ, 2025 2,735 കേസുകൾ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തന്ന കണക്കുകളാണ്, ഞങ്ങൾ കണ്ടെത്തിയ കണക്കുകളല്ല. അതുപോലെ പീഡന കേസ് അതിലും ഞെട്ടിപ്പിക്കും. 2022 4,940, 2023 4,816, 2024 4,286, 2025 3,633 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം സ്ത്രീ സുരക്ഷയ്ക്കായി കോടികളാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. പക്ഷേ അതിനൊന്നും ഫലം കാണുന്നില്ല എന്ന് ഖേദത്തോടെ പറയട്ടെ.